നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 51 വെട്ടുകളേറ്റ് മരിച്ച ടി.പി. ചന്ദ്രശേഖരനെ കേരളത്തിന് മറക്കാൻ സാധിക്കില്ല. ഇപ്പോഴും കെ രമയിലൂടെ ടി.പിയുടെ ശബ്ദം മുഴങ്ങിക്കേൾക്കുകയാണ്. പിണറായിയുടെ കുലംകുത്തി പ്രയോഗവും രാഷ്ട്രീയ കേരളത്തിന് മറക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. ആർ.എം.പി. നേതാവ് ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സമയത്താണ് പിണറായി വിജയൻ കുലംകുത്തി പ്രയോഗം നടത്തിയത്. കുലംകുത്തികൾ എന്നും കുലംകുത്തികൾ തന്നെ എന്നായിരുന്നു അന്നത്തെ CPM സെക്രട്ടറി ആയിരുന്ന പിണറായി പറഞ്ഞത്. എന്തായാലും ഇന്ന് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട നിർണായക ദിനമാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുള്ള അപ്പീലുകളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. പ്രതികളും സർക്കാരും ടി.പിയുടെ ഭാര്യ കെ രമ MLA നൽകിയ അപ്പീലുകളിലാണ് കോടതി ഇന്ന് വിധി പറയുന്നത്. അപ്പീലുകൾ പരിഗണിച്ചത് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ്. 2014 12 പ്രതികളെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി ശിക്ഷിച്ചത്. ഈ ഉത്തരവ് ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയിൽ അപ്പീലുകൾ സമർപ്പിച്ചത്. ശിക്ഷിക്കപ്പെട്ട 12 പ്രതികൾ ശിക്ഷാവിധിക്കെതിരെ പ്രതികളും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരും CPI നേതാവ് P. മോഹനൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചതിനെതിരെ കെ രമയും നൽകിയ അപ്പീലുകളിലാണ് ഹൈക്കോടതി വിധി പറയുന്നത്. പ്രതികളുടെ വാദം കേസിൽ പ്രതി ചേർത്തതിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ്. CPM വിട്ടതിനു ശേഷം ഒഞ്ചിയത്ത് ആർ.എം.പിക്ക് രൂപ നൽകിയതിലുള്ള പ്രതികാരമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് 2012 മെയ് 4 രാത്രി 10:15 ടി.പി. ചന്ദ്രശേഖരനെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന ചന്ദ്രശേഖരനെ കാറിടിച്ച് വീഴ്ത്തി വെട്ടിയതിനു ശേഷം പ്രദേശത്ത് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. കേസിൽ കൊടിസുനി, കിർമാണി മനോജ്, CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന P.K. കുഞ്ഞനന്ദൻ ഉൾപ്പെടെ 11 പേരെ ജീവപര്യന്ത തടവിന് ശിക്ഷിച്ചിരുന്നു. ജയിൽ ശിക്ഷ അനുഭവിക്കവേ 2020 ജൂണിൽ കുഞ്ഞനന്ദൻ മരിച്ചു. CPI നേതാവ് P. മോഹനൻ ഉൾപ്പെടെ 24 പേരെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് നിർണായക ദിവസം തന്നെയാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുള്ള അപ്പീലുകളിൽ ഹൈക്കോടതി വിധി പറയും. എന്ത് വിധിയായിരിക്കും ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുക എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം, ഒപ്പം സർക്കാരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.